പ്രായത്തിന്റെ പരിമിതി എന്ത് കാര്യത്തിലും നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു പ്രയോഗമാണ്. എന്നാൽ അങ്ങനെ ഒരു പരിമിതി ഇല്ലെന്ന് തെളിയിക്കുകയാണ് കാസർഗോട്ടെ അമ്മമ്മക്കൂട്ടം. കയ്യൂരിലെ 60 വയസ്സ് പിന്നിട്ട 8 അമ്മൂമ്മമാരാണ് പുതിയൊരു ഡാൻസ് ടീം രൂപീകരിച്ച് വേദികൾ കീഴടക്കുന്നത്. ഈ വീഡിയോയിൽ കണ്ട അമ്മമാരെ നിങ്ങൾക്കും കാണണ്ടേ? ബാ കാണാം. വയസ്സുള്ള യശോദയാണ് കൂട്ടത്തിൽ മൂത്തയാൾ. 63 വയസ്സുള്ള ദേവകിയും സുലോചനയും കാർത്തിയായനിയും, ഒപ്പം 61 വയസ്സുകാരി ലക്ഷ്മിക്കുട്ടിയും. 60 വയസ്സുമായി സരോജിയും ശോഭനയും രമണിയും കട്ടയ്ക്ക് കൂടെയുണ്ട്. 8 പേരും ചേർന്ന് അമ്മമ്മക്കൂട്ടം രൂപീകരിച്ചപ്പോൾ കാസർകോട്ടെ ഉത്സവപ്പറമ്പുകളും ആഘോഷവേദികളുമെല്ലാം പ്രായം മറന്നു. ഏതോ താളത്തിൽ പാടുന്ന ഡാൻസ് സ്കൂളിൽ ഉണ്ടായിരുന്ന സമയത്ത് കളിക്കലുണ്ട് നമ്മ. ഇപ്പം പിന്നെ കുടുംബശ്രീ വന്നു. കുടുംബശ്രീയിലൂടെ നമ്മ സ്റ്റേജ് കയറി. അവിടെ നിന്ന് നമ്മളെ EK നായനാർ മെമ്മോറിയൽ അൾസൈൻ ക്ലബ്ബ് രൂപീകരിച്ചു. അന്ന് മുതൽ 8 കൊല്ലമായി അതിൽ കളിക്കുന്നു. പിന്നെ വയോജനത്തിൻ്റെ സീനിയർ സിറ്റിസൺ അതിൽ കളിക്കുന്നുണ്ട്. പിന്നെ നാട്ടിൽ എല്ലാവർക്കും നമ്മ ആദ്യം തുടങ്ങി ഇതൊക്കെ ഡാൻസ്. പിന്നെ ഓരോരോ കുടുംബശ്രീ വകയിൽ ഓരോരാളെ ചെയ്യാൻ തുടങ്ങി. ആദ്യം നമ്മയാണ് തുടങ്ങിയത്. ഇപ്പോൾ കുറേ ട്രൂപ്പുണ്ട്. പിന്നെ നമ്മ ഇപ്പോൾ ഓരോരോ അമ്പലത്തിൽ വിളിക്കും. പിന്നെ ക്ലബിൻ്റെ സ്കൂൾ വാർഷികത്തിന് ഇങ്ങനെ വിളിക്കാറുണ്ട്, പോകാറുണ്ട്. ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് കണാവൂര്. അധ്യാപകനായ സജിത് K രാജീവാണ് ഇവരെ നൃത്തം അഭ്യസിപ്പിക്കുന്നത്. 8 വർഷം ഇവരൊന്നിച്ച് കൂടിയിട്ട് അപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലത്ത് പഠിപ്പിക്കാനും വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും ആവേശവും ഒരു ആത്മാർത്ഥതയുള്ളൊരു സ്റ്റുഡൻ്റ് നമ്മൾ കണ്ടിട്ടാണ്. ഇപ്പോൾ ഏത് സ്റ്റെപ്പ് പറഞ്ഞാൽ അവർ കളിക്കും. ഇവരിപ്പോൾ ഞാൻ വന്നിട്ട് തന്നെ വിളിച്ചുകൊണ്ടിരിക്കും, എന്താ വരാത്ത. ഇപ്പോൾ 4-5 ഡാൻസ് ഇവരെ പഠിപ്പിക്കും. ഇപ്പോൾ പുതിയതിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അടുത്ത പ്രതികരണങ്ങളും എല്ലാം നമുക്ക് ഭയങ്കര ആവേശം തരുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവരിങ്ങനെ നിലനിർത്താനും കാരണം. CPIM ജില്ലാ സെക്രട്ടറിയും തൃക്കരിപ്പൂർ MLA-യുമായ M രാജഗോപാലിന്റെ ഭാര്യയാണ് ഈ നൃത്തസംഘത്തിലുള്ള ലക്ഷ്മിക്കുട്ടി. ഇവരുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുമെല്ലാം പരിപോഷിപ്പിക്കുന്നതിനും അവർക്ക് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ട് കൂടിയാണ് അവർ ഇതിനൊക്കെ തന്നെ പ്രയോജനപ്പെടുന്നത്. തീർച്ചയായും ഇതൊരു പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ്. പുതിയ സ്റ്റെപ്പുകൾ പഠിച്ച് കൂടുതൽ വേദികൾ കീഴടക്കാനുള്ള ഒരുക്കത്തിലാണിവർ. പ്രായത്തിന്റെ പരിമിതികൾ മറികടന്ന് വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഇവർ ചുവടുവെക്കുകയാണ്. ഇനിയും ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. അമ്മമ്മക്കൂട്ടത്തിനും റിനിൽ കാപ്പുമ്മനുമൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്.